ഇതൊന്നും നടക്കുമോ എന്നുള്ള ഉറപ്പിന്റെ പുറത്തോ വിശ്വാസത്തിന്റെ പുറത്തോ ഒന്നും ചെയ്യുന്ന വീഡിയോ അല്ല. ഇങ്ങനെ ഒരു സാധനം വന്നപ്പോൾ അങ്ങ് ചെയ്തോന്നേ ഉള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് വരാൻ പോകുന്നത് ചില്ലറക്കാരനല്ല. ഫ്രഞ്ച് ലീഗ് 1 ക്ലബ്ബായിട്ടുള്ള ഒളിമ്പിക് ലിയോണിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള ഡേവിഡ് ഫ്രിയോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായി വരുന്നു. കരോളിസ് കിങ്കിസ് എന്ന ചാണക്യന് ശേഷം ആ സ്ഥാനത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അവതരിപ്പിക്കാൻ പോകുന്ന വജ്രായുധം ഡേവിഡ് ഫ്രിയോ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ സർക്കിളുകളിൽ ഒരു സാധനം വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. കരോളിസ് കിങ്കിസിനെ ഞാനൊരിക്കലും വില കുറച്ച് പറയത്തില്ല. ഇന്ത്യൻ പ്ലേയേഴ്സിനെ വാങ്ങിക്കുന്ന കാര്യത്തിൽ ഇടയ്ക്ക് നിന്ന് കുറേ അവന്മാർ കളിച്ചതിൻ്റെ പേരിൽ ആളിന് കുറച്ച് മണ്ടത്തരങ്ങൾ പറ്റി എന്നല്ലാതെ കരോളിസ് കിങ്കിസ് ഇന്ത്യൻ മണ്ണിലേക്ക് കൊണ്ടുവന്ന വിദേശ താരങ്ങൾ എല്ലാവരും തന്നെ മികച്ചതായിരുന്നു. മാൻഡം കൺഫ്യൂഷൻ മാറുന്ന സമയമാകുമ്പോഴേക്കും അദ്ദേഹം തിരിച്ചു നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നതിനകത്ത് കുറ്റം പറയാനൊന്നുമില്ല. പക്ഷേ കരോളിസിന് പകരം വരാൻ പോകുന്നത് ഒളിമ്പിക് ലിയോണിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആണ് എന്നൊക്കെ ഉള്ളത് ഒരു വാർത്ത വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ലീഗ് 1 ക്ലബിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിരുന്ന ആളിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായി വരാൻ മാത്രം ദാരിദ്ര്യമുണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഏതായാലും ഇങ്ങനെ ഒരു റൂമർ അന്തരീക്ഷത്തിൽ വളരെ ശക്തമായി പ്രചരിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ.